നിങ്ങൾ ശരിക്കും ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ്സാണ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ കൃത്യമായിട്ട് ഒരു ബിസിനസ് മുന്നോട്ട് പോകേണ്ട 3 സ്റ്റേജസിനെ കുറിച്ച് നമ്മൾ നല്ലപോലെ അവെയർ ആവുകയും ആ സ്റ്റേജസിലൂടെ തന്നെ നമ്മളെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ ട്രൈ ചെയ്യും. ഒരു ബിസിനസിന്റെ ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് നമ്മളെ റവന്യൂ മാക്സിമം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഓപ്പറേഷൻസിലൂടെ നല്ലപോലെ റവന്യൂ നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓപ്പറേഷൻസിലൂടെ റവന്യൂ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം നമുക്ക് നല്ലപോലെ പുതിയ കസ്റ്റമേഴ്സിനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. പുതിയ കസ്റ്റമേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ മാത്രം പറ്റിയാൽ പോരാ, നമുക്ക് നിലവിലുള്ള എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനെ നമുക്ക് റീറ്റെയിൻ ചെയ്യാൻ പറ്റണം. മൂന്നാമത്തെ കാര്യം നമ്മളുടെ കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓപ്പറേഷൻസിലൂടെ നല്ല റവന്യൂ ജനറേറ്റ് ചെയ്യുന്നതിലായിരിക്കണം നമ്മളെ ബിസിനസ് ഫസ്റ്റ് സ്റ്റേജിൽ നല്ലപോലെ കോൺസെൻട്രേറ്റ് ചെയ്യണം. പുതിയ കസ്റ്റമേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യണം, അവിടെ നമുക്ക് അപ്സെൽ ചെയ്യാൻ പറ്റണം, അവിടെ നമുക്ക് ക്രോസ് സെൽ ചെയ്യാൻ പറ്റണം. അതിനുശേഷമാണ് നമ്മളെ ബിസിനസ്സിൽ പിന്നീട് ഡെലിഗേഷനും പുതിയ ഡൈവേഴ്സിഫിക്കേഷനൊക്കെ നമ്മളെ ബിസിനസ്സിലേക്ക് നമ്മൾ കൊണ്ടുവരണം. തേർഡ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമ്മളെ ബിസിനസ്സിനെ ഒരു ഓട്ടോ പൈലറ്റ് ഓർഗനൈസേഷൻ ആക്കാൻ നമുക്ക് പറ്റും. സ്റ്റേജ് 2 നമ്മൾ നല്ലപോലെ നമ്മളെ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ്മെന്റുകൾ അട്രാക്ട് ചെയ്യേണ്ടത്. ഇങ്ങനെ കൃത്യമായിട്ടും ഓരോ സ്റ്റേജസ് ഏതാണെന്നുള്ളതും ഓരോ സ്റ്റേജസിൽ നമ്മൾ നേടേണ്ട അച്ചീവ്മെന്റ്സ് എന്താണെന്നുള്ളതും കൃത്യമായിട്ട് മനസ്സിലാക്കി നമ്മൾക്ക് മുന്നോട്ട് പോകാൻ പറ്റിയാൽ 100% ഷുവർ നിങ്ങൾക്കൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ളതാണ്.